വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പാണ്, ഹോട്ട് ആൻഡ് സോർ സൂപ്പ്. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വളരെ നൈസായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, അതും വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഉണ്ടാവും. അത് നമുക്ക് ബട്ടൺ മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ബട്ടൺ മഷ്റൂം ചെറുതായി അരിഞ്ഞതാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് 1/4 കപ്പ്, ക്യാപ്സിക്കം 1/4 കപ്പ്, കാബേജ് ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. പച്ചക്കറികളെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കോൺഫ്ലവർ സ്ലറി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. എന്നിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ അതിനെ കട്ടയില്ലാതെ ഉടച്ചെടുക്കുക. വെജിറ്റബിളൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്, ഓവർ കുക്ക് ആകരുത്. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ചു വരണം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇടാം. വിനെഗർ 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അത് നമ്മുടെ സൂപ്പ് ഒന്ന് തിക്കായി വരും. ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. നിങ്ങൾക്ക് സൂപ്പ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.